കേരളത്തിന്റെ വികസന സമവാക്യങ്ങളെ തിരുത്തിക്കുറിക്കാൻ പോകുന്ന ചരിത്രപരമായ പ്രഖ്യാപനങ്ങളുമായി പുതിയ UDF സർക്കാരിനെ, അതായത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് നിയമസഭയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികളുടെ കനത്ത നിലയിലും സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതിയും ജനക്ഷേമവും ഒരുപോലെ മുൻനിർത്തിയുള്ള ബൃഹത്തായ വികസന രേഖയാണ് മുഖ്യമന്ത്രി VD സതീശൻ സഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ആധുനിക സാങ്കേതിക വിദ്യയ്ക്കും മുമ്പെങ്ങും ഇല്ലാത്ത വിധം പ്രാധാന്യം നൽകുന്ന ഈ ബജറ്റ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു കരുതൽ കൂടിയാണ് ഉറപ്പാക്കുന്നതെന്നാണ് UDF പറയുന്നത്. മുൻ സർക്കാരിന്റെ വികസന നയങ്ങളിൽ കാലാനുസൃതമായ തിരുത്തലുകൾ വരുത്തിക്കൊണ്ടും പുതിയ സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടുമാണ് 100ഓളം പേജുകളുടെ ഈ സമഗ്ര ധനകാര്യ പ്ലാൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനൊപ്പം തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധേയമായൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള ദീർഘവീക്ഷണവുമായാണ് ബജറ്റിലെ ഓരോ പ്രഖ്യാപനങ്ങളും പ്രതിഫലിക്കുന്നത്. ഒരു പുതുക്കിയ ബജറ്റിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും വിപ്ലവകരവുമായ പ്രഖ്യാപനം കേരളത്തിന്റെ സുദീർഘമായ കടൽ തീര സാധ്യതകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മിഷൻ സമുദ്ര പദ്ധതിയാണ്. ആഗോള മാരിടൈം ഭൂപടത്തിലേക്ക് കേരളത്തെ പ്രതിഷ്ഠിക്കാൻ പോകുന്ന ഈ വൻകിട പദ്ധതിക്കായി പ്രാരംഭഘട്ടത്തിൽ 400 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് സതേൺ കേരള ഇക്കണോമിക് കോറിഡോർ എന്ന പേരിൽ ഒരു വമ്പൻ സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാക്കുമെന്ന പ്രഖ്യാപനം സംസ്ഥാനത്തിൻ്റെ തെക്കൻ മേഖലയ്ക്ക് പുതിയ വികസന മുഖം കൂടി നൽകുന്നതായിരിക്കും. ഈ വികസന ഇടനാഴിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയെ വിജ്ഞാന ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ പ്രധാന കേന്ദ്രമായും, കൊല്ലം ജില്ലയെ അത്യാധുനിക രീതിയിലുള്ള ധാതു സംസ്കരണ കേന്ദ്രമായും, ആലപ്പുഴ ജില്ലയെ ടൂറിസത്തെയും മത്സ്യബന്ധന മേഖലയും കോർത്തിണക്കിയുള്ള ബ്ലൂ ഇക്കണോമി തലസ്ഥാനമായും രൂപപ്പെടുത്താനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെയും വ്യോമഗതാഗത സൗകര്യങ്ങളെയും പരമാവധി പ്രയോജനപ്പെടുത്തി കേരളത്തെ ഏഷ്യയിലെ പ്രമുഖ ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാൻ 200 കോടി രൂപ അനുവദിച്ചതും അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴിവെക്കുന്നതായിരിക്കും. വ്യാവസായിക നിക്ഷേപങ്ങൾ അതിവേഗം ആകർഷിക്കുന്നതിനും സംരംഭകർക്ക് നേരിടേണ്ടി വരുന്ന ചുവപ്പ് നാടകളുടെ കെണികൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുമായി ഇൻവെസ്റ്റ് കേരള സെൽ എന്ന പേരിൽ പ്രത്യേക ഏകജാലക സംവിധാനം കൊണ്ടുവരുമെന്നാണ് വ്യവസായ മേഖലയ്ക്ക് ഉണർവേകുന്ന മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനം. നിക്ഷേപകർക്ക് ആവശ്യമായ ഭൂമിയും എല്ലാവിധ നിയമപരമായ അനുമതികളും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ വളരെ വേഗത്തിൽ ലഭ്യമാകാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുകയും ചെയ്യും. ആധുനിക സാങ്കേതിക വിദ്യകളായ AI ഇൻ്റലിജൻസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇ-കൊമേഴ്സ് എന്നിവയുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യുവതലമുറയുടെ വലിയ തോതിൽ സംരംഭകത്വത്തിലേക്ക് നയിക്കാൻ കേരള MSME എന്ന ഗ്രോത്ത് സ്കീം ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതായത് MSME ഗ്രോത്ത് സ്കീം എന്ന പേരിലാണ് ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 100 കോടി രൂപ നീക്കി വെച്ചിട്ടുള്ള ഈ പദ്ധതി വഴി 10,000-ഓളം പുതിയ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ സംസ്ഥാനത്തുടനീളം ആരംഭിക്കാനും അതുവഴി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്നാണ് ബജറ്റ് വ്യക്തമാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വലിയൊരു പരിവർത്തനത്തിന് തുടക്കമിട്ടുകൊണ്ട് കേരള നോളജ് വാലി പദ്ധതിക്കായി 100 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുമുണ്ട്. ലോകത്തിലെ പ്രമുഖ അന്താരാഷ്ട്ര സർവകലാശാലകളുടെ ക്യാമ്പസുകളെയും മികച്ച ഗവേഷണ സ്ഥാപനങ്ങളെയും കേരളത്തിലേക്ക് ആകർഷിപ്പിച്ച് സംസ്ഥാനത്തെ ഏഷ്യയുടെ തന്നെ ബൗദ്ധിക തലസ്ഥാനമാക്കി മാറ്റുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശങ്ങളിലേക്ക് പോകുന്ന മലയാളി വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനും കേരളത്തിൽ തന്നെ ലോകോത്തര വിദ്യാഭ്യാസം ലഭ്യമാക്കാനും സഹായിക്കുകയും ചെയ്യും. അതോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ആദിവാസി സമൂഹങ്ങളുടെ തനത് അറിവുകളുടെ സംരക്ഷിക്കാനും അവർക്ക് മികച്ച ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കാനുമായി വയനാട്ടിലൊരു ട്രൈബൽ സർവകലാശാല സ്ഥാപിക്കാൻ 50 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുമുണ്ട്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കുന്നതിനായി സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന സിദ്ധാർത്ഥൻ സ്റ്റുഡൻറ് ഡെസ്ക്ടോപ്പ് ആപ്പ് എന്ന സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡൻറ് വെൽഫെയർ ആക്ട് എന്നിവ തന്നെ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയൊരു സംരക്ഷണ കവചമായി മാറുകയും ചെയ്യും. അതായത് സിദ്ധാർത്ഥൻ്റെ പേരിൽ ആൻറ്റി റാഗിംഗ് ആപ്പ് കൂടി തുടങ്ങാൻ സർക്കാർ ബജറ്റിൽ തീരുമാനിച്ചിരിക്കുകയാണ്. കായിക രംഗത്തിന്, പ്രത്യേകിച്ച് ഫുട്ബോളിന് വലിയ പ്രാധാന്യമുള്ള മലബാർ മേഖലയിൽ കായിക പ്രേമികൾക്ക് വലിയൊരു മുതൽക്കൂട്ടായി അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മലബാർ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ 50 കോടി രൂപ അനുവദിച്ചതും ബജറ്റിലെ എടുത്തു പറയേണ്ട പ്രഖ്യാപനമാണ്. കൂടാതെ അതിവേഗം മാറുന്ന സാങ്കേതിക വിദ്യാലോകത്ത് മലയാളം ഭാഷയെ, അതായത് AI സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിക്കുന്നതിനായുള്ള മലയാളം AI സംരംഭത്തിനായി 10 കോടി രൂപ നീക്കിവെച്ചതും ഭാഷാ സാങ്കേതിക വിദ്യയിലെ വലിയൊരു മുന്നേറ്റം കൂടിയാണ്. ആരോഗ്യം, സാമൂഹികക്ഷേമം എന്നീ മേഖലകളിൽ അതീവ ജനകീയമായ സമീപനമാണ് ഈ ബജറ്റിലുടനീളം കാണാൻ സാധിക്കുന്നത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയോടുള്ള ആദരസൂചകമായി പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള വലിയ ചികിത്സാ സഹായം പൂർണ്ണമായും സൗജന്യമായി ഉറപ്പാക്കുകയും ചെയ്യുന്നു.
കൂടാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ പിടിപെടുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾക്ക് ഇത് വലിയൊരു ആശ്വാസമാവുകയും ചെയ്യും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെയും മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ശൃംഖലയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്ന കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി എന്ന പദ്ധതിക്കായി 100 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡേഴ്സിന്റെയും സാമ്പത്തികവും സാമൂഹികമായ ഉന്നമനവും യാത്രാ സ്വാതന്ത്ര്യവും ലക്ഷ്യമിട്ട് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നതിനായി 600 കോടി രൂപയാണ് ബജറ്റിൽ പ്രത്യേകമായി വകയിരുത്തിയിരിക്കുന്നത്. ഇത് താഴെത്തട്ടിലുള്ള സ്ത്രീകളുടെ യാത്ര കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കുകയും ചെയ്യും. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ജനങ്ങളുമായി നേരിട്ടിടപെട്ടുകൊണ്ട് സേവനം ചെയ്യുന്ന ക്ഷേമ ജീവനക്കാർക്ക് വലിയ ആശ്വാസമേകുന്ന ശമ്പള വർധനവും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകരായ ആശാ വർക്കർമാരുടെ മാസ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ച് 12,000 രൂപയാക്കി ഉയർത്തിയതാണ്. ഇതിനൊപ്പം അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, സ്കൂളിലെ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ എന്നിവരുടെ മാസവേതനത്തിൽ 1000 രൂപ വർധനവും നേരത്തെ വരുത്തിയിട്ടുമുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വയോജനങ്ങളുടെ എണ്ണം കണക്കിലെടുത്ത് അവരുടെ സംരക്ഷണത്തിനായി സിൽവർ ഇക്കണോമി നയവും അവർക്ക് ലോകോത്തര നിലവാരമുള്ള പരിചരണം നൽകാൻ പ്രാപ്തരായ പ്രൊഫഷണലിസ്റ്റുകളെ സൃഷ്ടിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിലുള്ള കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കാൻ തന്നെ ബജറ്റ് ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. കാർഷിക മേഖലയിലെ പ്രത്യേകിച്ച് മലയോര കർഷകരുടെ വലിയൊരു ആശ്വാസമായ റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്നും 250 രൂപയെ വർദ്ധിപ്പിച്ച പ്രഖ്യാപനം കർഷക കുടുംബങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് കൂടിയാണ്. ഈ വലിയ വികസന പ്രഖ്യാപനങ്ങൾക്കിടയിലും സംസ്ഥാനം നിലവിൽ അഭിമുഖീകരിക്കുന്ന കടുത്ത സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾക്ക് ബജറ്റ് പ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രി VD സതീശൻ ജനങ്ങൾക്ക് മുന്നിൽ തന്നെ തുറന്നു പറയുന്നുമുണ്ട്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.5 ലക്ഷം കോടി രൂപയോട് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിനും അതീവ ജാഗ്രത ആവശ്യമാണെന്നാണ് ബജറ്റ് ഓർമ്മിപ്പിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക കണക്കുകൂട്ടലുകളിൽ വന്ന പിഴവുകളും കടുത്ത വരുമാന കമ്മിയും കാരണം നേരത്തെ നിശ്ചയിച്ചിരുന്ന 35,750 കോടി രൂപയുടെ പദ്ധതി അടങ്കൽ തുക ഈ പുതുക്കിയ ബജറ്റിൽ 30,370 കോടി രൂപയായി ചുരുക്കി നിശ്ചയിക്കാൻ സർക്കാർ നിർബന്ധിതരായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ സംസ്ഥാനത്ത് കടുത്ത ധനകാര്യ അച്ചടക്കം കർശനമാക്കുമെന്നും വിവാദങ്ങളിൽപ്പെട്ട കിഫ്ബി പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള കൃത്യമായി പഠിച്ച് സമഗ്രമായ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി നൽകിയ സംഭാവനകളെ പൂർണ്ണമായി തള്ളിക്കളയാതെ തന്നെ അതിൻ്റെ ബാധ്യതകൾ സംസ്ഥാനത്തിൻ്റെ പൊതുധനസ്ഥിതിയെയും ഖജനാവിനെയും ബാധിക്കാത്ത രീതിയിൽ പുനഃക്രമീകരിക്കാനാണ് പുതിയ സർക്കാർ ശ്രമിക്കുന്നത്. നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ദൂർച്ചിലവുകൾ പൂർണ്ണമായി ഒഴിവാക്കുമെന്നും ബജറ്റ് അടിവരയിട്ട് പറയുന്നു. ചുരുക്കത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സാധാരണക്കാരുടെ ക്ഷേമവും വലിയ നിക്ഷേപ പദ്ധതികളും ഒരുപോലെ സന്തുലിതമായി കൊണ്ടുപോകാൻ ഈ പുതുക്കിയ ബജറ്റിലൂടെ ധനവകുപ്പിന് സാധിച്ചിട്ടുമുണ്ട്. പ്രഖ്യാപിക്കപ്പെട്ട മിഷൻ സമുദ്ര, നോളജ് വാലി, സദേൺ കോറിഡോർ തുടങ്ങിയ വലിയ വികസന പദ്ധതികളും ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി, സ്ത്രീ സൗജന്യ യാത്ര അതുപോലുള്ള ജനക്ഷേമ പദ്ധതികളും സമയബന്ധിതമായി നടപ്പിലാക്കാൻ സാധിച്ചാൽ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിൽ വരും വർഷങ്ങളിൽ വലിയൊരു വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ ഈ ബജറ്റിന് സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വരാനിരിക്കുന്ന 5 വർഷത്തേക്കുള്ള സർക്കാരിൻ്റെ കൃത്യമായ വികസന രേഖയായിട്ടാണ് 2026 ഈ പുതുക്കിയ ബജറ്റ് വിലയിരുത്തപ്പെടുന്നത്. ഈ വികസന കുതിപ്പിൽ സംസ്ഥാനത്തെ ഓരോ പൗരനെയും പങ്കാളിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പുതിയ UDF സർക്കാരിൻ്റെ അല്ലെങ്കിൽ VD സതീശൻ സർക്കാരിൻ്റെ ഈ ധനകാര്യ പ്ലാനിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്.